മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. താത ദുഃഖസമുദ്രേ നിമജ്ജമാമേതൊരു ദുഃഖിന്നു പോയിതു ഭൂപതേ. എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കു ആരുടെയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമകുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. 2 വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതുകാലമർത്ഥിച്ച സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കുതന്നു. രാമനെ കാനനവാസത്തിനയച്ചിടിനാൾ ജാനകീ ദേവി പാതിവ്രത്യമാലംബ്യഭർത്ര സംഗമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന. രാമരാമേതി ദേവാലയം ബുക്കാനറിയുന്നു മാതൃവാക്യം കേട്ടു
ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണോ? രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക. ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാധി പൂണ്ടിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പിനല്ലാകിലോ. കാളകൂടം കുടിച്ചിടുവാനല്ലാകിൽ വാളെടുത്താശു കഴുത്തറത്തിടുവിൽ. വല്ല കണക്കിലോ ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരേ. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നരകം തന്നിൽ വസിക്കുമിതു മൂലം. ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൊക്കാൻ. പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതല്ല മകപ്പെട്ട പട്ടിതൻ മകൾ. ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനുമനുജാതനു സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാർ നിർഭയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു. ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്തൽ വിധിബലമാം തുലും. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനൽ. ആതുരമാനസനാകായതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയിയാകിയ മാതാവു മാതാവേ. ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണെ, ഞാനറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഗർഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠഗാഠമുത്തമങ്കേ. മുഖർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാര കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും
മന്ത്രിജനത്തോടു അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും കൃത്വാ ബഹുധന ദക്ഷിണയും മുദാം ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം. വൃത്രാരെ മുഖ്യ ത്രിദശൗഘ വന്ദ്യനായാനന്ദ ഓടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പു തൂകിടുന്നു. ശുദ്ധാനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ. ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാ പാദനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവ മറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണുവിടുവാൻ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ. സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ. നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ. ജന്മമുണ്ടെങ്കിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയോ. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം. സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സോഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ. സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാത്തയ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തേ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണ വൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമോ. ഗംഭിത പത്രാഗ്രലഗ്നാംബുബിന്ദുവിൽ സമ്പതിച്ചിടുമായ ഉസ്സതി നശ്വരം പ്രാക്തനദേഹസ്തകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൽ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവാൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മിനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ.
ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരദം ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും രക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകോല്ല. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രാഭൃത്യാമാത്യസോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനു ദാത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണലേപനങ്ങളൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൽ അഗ്നിഹോത്രാഗ്നി തന്നാലഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാതരാൽ വേദപരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലഭൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സോദരോ വേണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിന ജനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനോ താനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാ സുഹൃജ്ജനത്തോടുമനാകുലം തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവേടിനാനാദരൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിന കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവനന്ദനൻ ചൊല്ലിന ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനകഥ നൽകിയിടിനാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായോരു വരദ്വയം കാരണോ മന്ത്രപൂർവ അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ രാജമരാജകമാം ഭവാനാലിനി രാജമല്ലെന്നു ധരിക്ക കുമാരാനേ തദനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടതല്ലാകിലേവനു ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയന്നു രാജ്യം കൊണ്ടൊകിം ഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ
നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതേ ദേവിയും നാനാപുരവാസികളുമാത്യരും ആനതേർക്കാല കുതിരപ്പടയോടു മാനകശംഖം പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനീ ബാലക വൈശ്യശൂദ്രാദയും സാദരമാശു കൈകൈയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണോ രാമനെ ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതാവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരമാദിത്യ ദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനു പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതും. രാഘവ ലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരുമ്പട കേകയപുത്രേ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗത അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൾ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവീവര സോദരം സാനുജം. മാനസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തത ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉത്താപ്യ ഗാഢമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ മനാമയ വാക്യവും ഉക്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൾ. ഉത്തമ പുരുഷോത്തമ സരത്നം ഭവാൻ
ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റുള്ളവർക്കു? അതോർക്ക നീ ധന്യനാകുന്നത് നീ ഭുവനത്തിങ്കൽ ഇന്നതിന്നില്ലൊരു സംശയം വത്സഖേ. സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ. നീ അവനെന്തു പറഞ്ഞതും നീ മുതാരാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഗന്ധതാം. വാട്ടമില്ലാത്തൊരു സന്തോഷചേതസ ഭക്തൻ ഭരതനാത്യുത്തമനെന്നു തൽചിത്തെ നിരൂപിച്ചുടൽ നടന്നിടിന. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലോ. കണ്ടു ഭരതനും മുക്തബാഷ്പോദകവും തൊണ്ട വിറച്ചു സദ്ഗദ്ഗതം ചൊല്ലിനാൽ. ഹാ സുകുമാരേ മനോഹരി ജാനകി രാസാർദ്ധമൂർധനി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധതവളാംബരാസ്തൃതേ രാമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീത മതിയഗ്രജന്മന. മദ്ദോഷകരണാലെന്നതു ചിന്തിച്ചു മിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബശകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണോ. ദുഷ്കൃതിയായ ദിവാഭിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരൂഢ ഭക്തി കൊണ്ടേശു ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടിവിടെ. വസതി കൗസല്യാതനയനിവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവനെന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. മംഗലദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികിടേ വസിക്കുന്നിതു സീതയാം. തന്നുടെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും. തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തുമമർത്യതഴിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവൻ. ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയദ്യുതം. അഞ്ജസാകുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിനേറ്റം വലിയൊരു തോണിയിൽ തന്മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനി
സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമാശീലംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാനാദരൽ ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൾ താനു മനുജനുമായുടെ ജാങ്കണേ സാനന്ദമാവേശ്യ നിന്നൂരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനു വിധിസമം ദൃഷ്ട്വാ നമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജായമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശല പ്രസനവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജഡാവൽക്കലധാരിണം തുഷ്ടികലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമി കോപുപന്നമല്ലൊട്ടുവേ രാജ്യവും പാലിച്ചു നാനാ ജഗങ്ങളാൽ പൂജനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിന നിന്തിരു ഉള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ ഞാനേതുമേ ഒന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകവയപുത്രിയാമമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളു ഇപ്പോൾ ശുദ്ധനോ ഞാനതിനി പാദപത്മം പ്രമാണം ദയാനിധേ ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാദവാരിജയുഗ്മം ഭജിക്കനിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവാൻ ഇങ്ങനെ കെട്ടു ഭരതവാക്യം മംഗലാത്മാനവേണം പുണർനീടിനാൽ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൽ കിം ബഹുനാ വത്സവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തിലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവാൻ പിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങിപ്പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനു
കാൽ കഴുകി സമാജമ്യമുനീന്ദ്രനുമേകാഗ്രമാനസനായതി വിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയേ ദർശനേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളോ ഭാവനാ വൈഭവമെത്രയും അത്ഭുതോ ഭക്തവക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു പശ്ചാത് സൈന്യം ഭരതം സസോദര വിചാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരെ സുപ്തരായ രാമരവതേ സന്നിഭേ ഉത്ഥാനവും ചെയ്തുഷസ്സി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിന താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യമാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികെ മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശന കാംക്ഷയ മന്ദമാരാഞ്ഞു നാനാതബോധന മണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു അത്യാദരം ഉത്രവാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വീ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്രേവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പഫലദലപൂർണ വല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീബ കുളപാനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരൂകരഭൂഗങ്ങളും കോവിതാരങ്ങളുമേ രണ്ട ചമ്പകാശോകതാലങ്ങളും മാലതേജാതി പ്രമുഖ ലതാവലി ശാലികളായതാമാലസാലങ്ങളും ഭൃംഗാതി നാനാവിഹംഗനാദങ്ങളും തുംഗമതാം ഭുജംഗ പ്ലവംഗ കുരംഗാതി നാനാമൃഗ വ്രാതലീലയും ഭംഗ്യ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിന ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീത രഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായി വീണുരണ്ടും വീണവണിഞ്ഞും കരഞ്ഞു തഥാ രേണുതൻ മൗലിയിൽ കോരെ ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ
മുന്നമ്മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹൂരിപ്പാദ പംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്തത്ഭുത പ്രേമ രസപ്ലുതചിത്തനായാനന്ദ ബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധോ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോരസ്ഥലമിന്ദ്രാവര ജമിന്ദീവരലോചനോ ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാപപ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോദമാനാത്മനാമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷോ വിചക്ഷണോ ചക്ഷുശ്രവണ പ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദന മാരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമനവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരപി വത്സങ്ങളുമളച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തൽസമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൽ ശത്രുഘ്നനുമാതി ഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൽ ഉഗ്രദൃശാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതോ രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ ആർത്തി കൈക്കൊണ്ടു കൗസല്യയോ പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകുന്നുടനോടമോദം മുലയും ചുരന്നു തഥാ അന്യരായുള്ളോരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാദര ലക്ഷ്മണൻ താനും അവണ്ണോ വണങ്ങിന ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചേടിനാർ കണ്ണു നിർതത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവശിഷ്ടം സാഷ്ടാംഗമാറുടൻ നത്വാരകൂത്തമനാച്ചു ചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നോ നിർണയം താതനു സൗഖ്യമല്ലേ
നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ഭീമതാം ശ്രേഷ്ഠ താതോന്തമസുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചേർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവെട്ടു കരഞ്ഞു തുടങ്ങി ഞാൻ ഹാതമം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയിരയോ ഭവാൻ ഹാദോഹമന്ദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പദാരനുവാസരം വേഗമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനില്ല ജീവിക്കയാൽ ചിതയും സൗമിത്രിതാനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലെ തദ്ദശായം വസിഷ്ഠോക്തികൾ കേട്ടവരുൾ താപമൊട്ടു ചുരുക്കി മരുവിന മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്ത പിണ്ടം മധു സഹിതേങ്കുദീ സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധുസാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതന്നോർത്തതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തെല്ലാവരും വന്നുദിച്ചിടിനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചോത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചിടിന ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു. വിവരമറിഞ്ഞ് കൊട്ടാരത്തിലെത്തിയ ഭരതൻ മോഹാലസ്യപ്പെട്ടു വീണു. അതീവ ദുഃഖത്തോടുകൂടി അച്ഛനെ വിളിച്ച് കരയുകയാണ്. അപ്പോൾ അതിനിടയിൽ അമ്മയോട് ചോദിക്കുന്നു, കൈകേയി മാതാവിനോട് ചോദിക്കുന്നു, അച്ഛൻ ഏതും പറഞ്ഞില്ലേ മാതാവേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ആ പറഞ്ഞു. എന്താ പറഞ്ഞത്? രാമ, ശ്രീരാമ, സീതേ, ലക്ഷ്മണ, നിങ്ങളെ പിരിഞ്ഞു ജീവൻ വെടിയേണ്ടി വന്നല്ലോ എന്ന് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഭരതൻ ചോദിക്കുകയാണ്, ശ്രീരാമ, സീത, ലക്ഷ്മണന്മാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലേ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് കരയുകയാണ്. അപ്പോൾ കൈകേയി മാതാവ് പറയുന്നു, മകനെ, നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് സന്തോഷം നൽകുവാനുള്ള ധാരാളം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, നീ വിലപിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു, ശ്രീരാമനും സീതയും ലക്ഷ്മണകുമാരനും വനത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് അതെന്തിനാണ് അവർ പോയത് എന്ന് ഭരതൻ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, മൽപിത, നിന്റെ പിതാവ്
എനിക്ക് മുൻപ് 2 വരം തന്നിരുന്നു. ആ വരം നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രയോഗിച്ചു, നിന്റെ വിജയത്തിന് വേണ്ടി. ഒന്ന്, ഈ രാജ്യം എൻ്റെ മകന് നൽകണമെന്നും മറ്റൊന്ന് ശ്രീരാമൻ വനത്തിന് പോകണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം രാജ്യം നിനക്ക് സമാഗതമായിരിക്കുന്നു. അതേപോലെ രാമനും ലക്ഷ്മണനും സീതയും വനത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് കേട്ട ഭരതൻ വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു നോട്ടം, ക്രോധാഗ്നിയിൽ ദഹിച്ചു പോവും അമ്മയെ. അപ്പോൾ ആ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ദഹിച്ചു പോകുന്ന രൂപത്തിൽ നോക്കി നിന്നവരെല്ലാം പേടിച്ചു പോയി. എന്നാൽ ഭരതൻ നോക്കുന്നത് കണ്ട പിന്നീട് അമ്മയെ വളരെ ആയിട്ട് ഭർസിച്ചു, വളരെ ക്രോധത്തോടുകൂടി. മക്കൾ അമ്മമാരോടൊന്നും അങ്ങനെ പറയാനൊന്നും പാടില്ല, പക്ഷേ സാന്ദർഭികമായി ഇവിടെ എന്താണ് അങ്ങനെ ഒരു അവസരം വരികയാണ്. കാരണം ഇതെല്ലാം ഇവിടെ സംഭവിക്കണം എന്നുള്ളതാണ്. കാരണം വലിയൊരു മഹാ അപരാധമാണല്ലോ കൈകേയി ദേവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, ഭർത്താവിനെ കൊന്ന മഹാപാപേ, നിസ്ത്രബേ, നിസ്ത്രതബേ എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തവളെ എന്നാണ്. നിസ്ത്രബേ, ദയയില്ലാത്തവളെ, ദുഷ്ടേ, നിശാചരി എന്നൊക്കെ പറയുന്നു. അമ്മേനെ വിളിക്കുക, എൻ്റെ വയറ്റിൽ നിന്നും ജനിച്ചു പോയല്ലോ ഞാൻ എന്നൊക്കെ പറയുകയാണ്. വളരെ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം എൻ്റെ പുണ്യങ്ങളെല്ലാം നശിച്ചു പോയല്ലോ. നമ്മൾ പുണ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ സത്പ്രവർത്തികളെല്ലാം ചെയ്യുക. അപ്പോൾ ധാരാളം സത്പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല പുണ്യം ഉണ്ടാവുന്ന. അപ്പം ഞാനൊരുപാട് കാലമായി ചെയ്തുകൊണ്ടിരുന്ന ഈ സത്പ്രവൃത്തിയുടെ പുണ്യങ്ങളെല്ലാം നശിച്ചു പോയല്ലോ. ദുഷ്ടേ, നിശാചരി എന്നൊക്കെ പറയുകയാണ്, അമ്മയെ പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നു. ഇനി ഈ ഒരു വിഷയം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ ഒരു ക്രൂരമായ പ്രവൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ജീവനെ തന്നെ ഇല്ലാതാക്കും. ഒന്നുകിൽ കാളകൂടം വിഷം കഴിച്ചോ, അല്ലെങ്കിൽ അഗ്നിയിൽ ചാടിയോ, സ്വന്തം ആയുധം കൊണ്ട് എന്നെ വെട്ടിയോ, ഞാൻ എന്താ വെച്ചാൽ സ്വയം നശിക്കും. വലിയ ബ്രഹ്മഹത്യാ പാപത്തിന് സമാനമായിട്ടുള്ള പാപമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു മഹാപാപം നിങ്ങൾ ചെയ്തതുകൊണ്ട് കുംഭീപാക നരകത്തിൽ ഞാൻ എത്തിച്ചേരും എന്ന് പറയാം. അതായത് കലം ചുടുന്നത് പോലെ ഈ പാപം ചെയ്തവരെ ചുടുന്ന സ്ഥലമാണ് കുംഭീപാക നരകം. ക്രൂരമായിട്ടുള്ള ഈ പാപകർമ്മങ്ങൾ ചെയ്താൽ മറ്റുള്ളവരെ അപഹരിക്കുക, മറ്റുള്ളവരെ വസ്തുക്കൾ അപഹരിക്കുക, അതേപോലെ തന്നെ പാവപ്പെട്ടവരെ ആക്രമിക്കുക, മനുഷ്യരായിരുന്നാലും മൃഗങ്ങളായാലും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെ അവരെ ഏൽപ്പിക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുക, ഇങ്ങനെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്ന ദുഷ്ടതരത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ കുംഭീഭാഗമായ നരകത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെ കലം ചുടുന്നത് പോലെ മനുഷ്യന് ചുടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നരകത്തിൽ ഞാൻ എത്തിച്ചേരുമല്ലോ എന്നൊക്കെ അങ്ങനെ വല്ലാതെ പറഞ്ഞു അമ്മയെ ഭർസിച്ചുകൊണ്ട് ഈ ഭരതൻ നേരെ പോകുന്നത് കൗസല്യ മാതാവിൻ്റെ സമീപത്തേക്കാണ്. അപ്പോൾ കൗസല്യ മാതാവ് ഭരതനെ കണ്ടതോടുകൂടി വല്ലാതെ പ്രയാസപ്പെടുകയും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ ഭരതൻ പറഞ്ഞു, അമ്മേ, ഞാൻ അറിയൂല ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് ചെയ്തത്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഒന്നും വലിയ പാപമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്ന് അമ്മ പറയുകയാണ്, ഈ ഭരതൻ പറയുകയാണ്. കൗസല്യ മാതാവ് ദിവസങ്ങളായുള്ള ദുഃഖം സഹിക്കുകയും ജലപാനീയങ്ങളൊന്നുമില്ലാതെ ശുഷ്കിച്ച് ഉണങ്ങി ശുഷ്കിച്ചു പോയിട്ടുണ്ട്. വളരെ മെലിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ്. ഭരതനെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, മകനെ, മകനെ, നിനക്ക് കർമ്മദോഷങ്ങളൊന്നുമില്ല, എല്ലാം വിധിബലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ കരയുകയാണ്.
ഈ സമയത്ത് ആത്മനിയന്ത്രണം വീണ്ടെടുത്ത ഭരതൻ പറയുന്നു, ഞാൻ അറിഞ്ഞില്ല അമ്മേ, ബ്രഹ്മഹത്യാപാപം ഞാൻ ഏൽക്കുന്നു. വസിഷ്ഠ മഹർഷിയെയും അരുന്ധതീ ദേവിയെയെല്ലാം വധിച്ചാൽ എന്താണോ ശിക്ഷ, ആ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയാണ്. ഈ സമയത്ത് കൗസല്യാദേവി ഭരതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, കുമാര, നിനക്ക് ഒരു കർമ്മദോഷവും വരില്ല. അമ്മയ്ക്ക് നിന്നോട് സ്നേഹമേയുള്ളൂ എന്ന് പറയുന്നു. ഇത് കണ്ടു നിന്നവരെല്ലാം ഉറക്കെ കരഞ്ഞു. അയോധ്യ നിശ്ചലമായി കിടക്കല്ലേ. ഇതറിഞ്ഞ വസിഷ്ഠ മഹർഷി മന്ത്രി സുമന്ത്രരോടൊപ്പം അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങനെ കരയാനൊന്നും അങ്ങനെ ആവശ്യമാണ് കരച്ചിലെല്ലാം, പക്ഷേ അമിതമാവുന്നുണ്ട്, ഇനി ഇത് നിർത്തേണ്ട സമയമായി എന്ന് പറയുന്നു. അപ്പം എല്ലാ ധർമ്മങ്ങളും പരിപാലിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുകയാണ് ദശരഥ മഹാരാജാവ്. ജനിച്ചാൽ മരണം നിശ്ചയമാണ്. ഇനി ദുഃഖിക്കുകയല്ല വേണ്ടത്, ശാന്തി കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഐഹികമായ എല്ലാ സുഖങ്ങളും ക്ഷണഭങ്കുരമാണ്, ഒരു കുറഞ്ഞ സമയത്തേക്കുള്ളതാണ്. കാലാകാലം നമുക്ക് എല്ലാം ഉപയോഗിക്കാനോ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനോ കഴിയില്ല. ഒരു സമയമാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും യാത്രയാവും. ജീർണിച്ച ദേഹങ്ങൾ, ജീർണിച്ച വസ്ത്രങ്ങൾ ദേഹം എങ്ങനെയാണോ ഉപേക്ഷിക്കുന്നത്, അതേപോലെ ജീർണിച്ച ദേഹങ്ങളെ പ്രാണൻ ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരാരായിരുന്നാലും, അച്ഛനായിരുന്നാലും അത് അമ്മയായിരുന്നാലും മക്കളായിരുന്നാലും, ഒരു പരിധി സമയം കഴിഞ്ഞാൽ അത് വെച്ചിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്ത് അവരെ മോക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന ഉപദേശം നൽകുകയാണ് വസിഷ്ഠ മഹർഷി. ഇനി അതാണ് ഉത്തരവാദിത്തം, നീ ചെയ്യേണ്ട കർമ്മം അതാണ് എന്ന് ഭരതനെ ഉപദേശിക്കുകയാണ് വസിഷ്ഠ മഹർഷി. അങ്ങനെ മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഈ മരണാനന്തര കർമ്മങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമുക്ക് എത്രയോ വർഷങ്ങൾക്കപ്പുറം ഈ രാമായണം പോലെയുള്ള മത ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ രാമായണം പോലുള്ളതായിരിക്കുന്ന മഹത് കാവ്യങ്ങളിൽ എന്താക്കി വെച്ചിട്ടുണ്ട്, കുറിച്ച് വെച്ചിട്ടുണ്ട്. അഹോരാത്രം, അതേപോലെ തന്നെ തിലോദകം, പിണ്ടം, ചോറ് അന്നം ഉണ്ടാക്കി ഉരുട്ടി വെക്കുന്നതിനാണ് പിണ്ടം എന്ന് പറയുന്നത്. അപ്പം നീരും എള്ളും കൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കുന്ന വിഷയത്തിനാണ് തിലോദകം എന്ന് പറയുന്നത്. അഹോരാത്രം അഗ്നിയിൽ ചെയ്യുന്നതായിരിക്കുന്ന, ഹോമം ചെയ്യുന്നതായിരിക്കുന്ന അവസ്ഥയാണ് അഗ്നിഹോത്രം. ഇതെല്ലാം മരിച്ചാൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങൾക്കെല്ലാം ആചാര്യ നിർദ്ദേശപ്രകാരം നേതൃത്വം നൽകുകയാണ് ഭരതൻ പിന്നീട് ചെയ്യുന്നത്. അങ്ങനെ വസിഷ്ഠ മഹർഷി പറയുന്നു, ദേശകാലോചിതമായിട്ട് ഓരോ ദേശത്തും എന്താണോ നടക്കുന്നത് ആ ദേശകാലോചിതമായി കർമ്മങ്ങൾ നടത്തണമെന്നും അതെല്ലാം സനാതനധർമ്മ പരിപാലനമാണെന്നും മഹർഷി പറയുകയാണ്. വസിഷ്ഠ മഹർഷി പറയുന്നു, ഓരോ ദേശത്തും എന്താണോ അതിനനുസരിച്ച് ചെയ്താൽ മതി എന്നാണ്. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭരതൻ മഹർഷിയോട് പറയുന്നു, എനിക്ക് രാജ്യം കൊണ്ട് എന്താണ് ഫലം? ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് ശ്രീരാമൻ, ഞങ്ങളൊക്കെ അവരുടെ കിങ്കരന്മാരാണ്, അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരാണ്. അതുകൊണ്ട് നാളെ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ വനത്തിന് യാത്രയാവുകയാണ്. രാമായണത്തിൽ പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, നാളെ പുലർക്കാലെ പോകുന്നതുണ്ട് ഞാൻ എന്നുള്ള ആ ഭാഗം പറയുകയാണ്. പക്ഷെ ആര് വരാൻ പാടില്ല? കൈകേയി മാതാവ് ഒരു കാരണവശാലും വരാൻ പാടില്ല. കൈകേയി മാതാവ് ഒഴികെ ബാക്കി എല്ലാവരും, വസിഷ്ഠ മഹർഷി അടക്കം എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് എന്താവുന്നു, ഇവരെല്ലാവരും കൂടെ വനത്തിലേക്ക് യാത്രയാവുന്നു. അപ്പോൾ ഗംഗാനദി കടന്ന് പോകണല്ലോ. ഗംഗാതീരത്തെത്തി. ഒരുപടി ആളുകൾ വരുമല്ലേ, ഇത്ര ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ സൈന്യങ്ങളും അതേപോലെ തന്നെ ഭരതനെയും ഒക്കെ കണ്ടപ്പോൾ ഗുഹനൊരു സംശയം, എന്താണ് സംഗതി,
ശ്രീരാമനെ ഉപദ്രവിക്കാനിട്ടാൻ പോവുകയാണോ? ഏതായിരുന്നാലും വളരെ ദൂരെ നിന്ന് മാറി നിന്ന് ഇവരുടെ ചേഷ്ടകളൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ മെല്ലെ അടുത്തു ചെന്നപ്പം എന്താ വിഷയവും കാര്യങ്ങളും. അപ്പോൾ ശ്രീരാമനോടുള്ള സ്നേഹവും ശ്രീരാമനോടുള്ള ഭക്തിയും എല്ലാം പറയുന്നു. മാത്രമല്ല ഭരതൻ പറയുന്നു, സുമന്ത്രർ പറഞ്ഞ് കേട്ടു ഞാൻ, അങ്ങയെ ശ്രീരാമചന്ദ്രൻ വാരിപ്പുണർന്നു എന്നത്. മഹാലക്ഷ്മിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ഭാഗ്യം ലഭിക്കുമോ? അങ്ങ് അത്രമാത്രം ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ് ആര്? ഭരതൻ. അപ്പോൾ ഏതാണ്ട് ഗുഹന് മനസ്സിലായി ഇവർ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വനത്തിലേക്ക്, മഹാരണ്യത്തിലേക്ക്, അല്ല ഘോരവനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീരാമചന്ദ്രനെ കാണണം. അവിടെ എവിടേക്കാണ് ശ്രീരാമചന്ദ്രൻ പോയത്? ഗുഹൻ അറിയാലോ. അപ്പോൾ ഗുഹൻ പറഞ്ഞു, ഭരദ്വാജ ആശ്രമത്തിലേക്കാണ് പോയത്, അതെനിക്ക് അറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഈ നദി കടക്കാൻ സഹായിക്കണം. അങ്ങനെ വലിയ 500 വഞ്ചികൾ വരുത്തുകയാണ്. ആ 500 വഞ്ചികളിലായിട്ട് ഇവരെ ആശങ്കയുണ്ട്, ഇവരെ എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവരെ മറികടത്തരുത് എന്നുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ 500 വഞ്ചികളെ വരുത്തി ഗുഹൻ എല്ലാവരെയും എന്താക്കുന്നു? ആരണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച സമയത്ത് ഇവർ ഭരദ്വാജ ആശ്രമത്തിൻ്റെ അടുത്തെത്തുകയാണ്. അങ്ങനെ ഭരദ്വാജാശ്രമത്തിൻ്റെ സമീപം എത്തിച്ചേരുകയാണ്. അപ്പോൾ ഭരതനും അതേപോലെ വസിഷ്ഠ മഹർഷിയും എല്ലാവരും കൂടെ ആ ഭരദ്വാജാശ്രമ സ്ഥലത്തെത്തുന്നു. മുനി കവാടത്തിലെത്തുന്നു. ആ മുനി ഇവരെ സ്വീകരിക്കുന്നു. ആതിഥ്യ മര്യാദകളെല്ലാം ചെയ്യുന്നു. അങ്ങനെ അവിടെ വിശ്രമിക്കുന്നു. ഫലമൂലാദികളെല്ലാം കഴിക്കുന്നു എല്ലാവരും. ചിത്രകൂടാചലത്തിലാണ് ശ്രീരാമചന്ദ്രൻ ഉള്ളത് എന്ന് ഭരദ്വാജ മുനി ഇവരോട് പറയുന്നു. പിറ്റേന്ന് കാലത്ത് ഇവർ ചിത്രകൂടാചലത്തിലേക്ക് പോകുന്നു. ഈ വാൽമീകി ഇപ്പം ശ്രീരാമചന്ദ്രൻ വസിക്കുന്ന ആ ഒരു ആശ്രമത്തെക്കുറിച്ച് മനോഹരമായിട്ടാണ് പറയുന്നത്. ശ്രീരാമചന്ദ്രൻ വസിക്കുന്ന ആശ്രമം, ആ ആശ്രമത്തിൻ്റെ പ്രദേശം കണ്ട് ഇവർ, അതായത് ഭരതനും വസിഷ്ഠ മഹർഷി, അങ്ങനെ ധാരാളം ആളുകളുണ്ടല്ലോ, ഇവരെല്ലാം അത്ഭുതപ്പെടുകയാണ്. എന്താ? പുഷ്പഫലദല പൂർണ്ണ വല്ലീതരു ഷഷ്പ രമണീയ കാനന മണ്ഡലേന. അപ്പം പുഷ്പങ്ങളും ഫലം കായ്കനികളും അതേപോലെ തന്നെ ഇലകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് മനോഹരമായിട്ടുള്ള വള്ളികൾ, പിന്നെ ധാരാളം നല്ല നല്ല വൃക്ഷങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആമ്ര, കദളി, ബകുള, പനസങ്ങൾ, അപ്പം അങ്ങനെ ഓരോ പറയുന്നു. വാഴകളുണ്ട്, അതേപോലെ തന്നെ പ്ലാവുണ്ട്. അങ്ങനെ ധാരാളം നല്ല നല്ല വൃക്ഷങ്ങൾ, നല്ല ഫലങ്ങൾ വിളയുന്ന വൃക്ഷങ്ങൾ. ഷഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുഷഷ്പ, അത് എന്താ, ചെറിയ ഇളംപുല്ലുകളാണ്. ഇപ്പം ഇളംപുല്ലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ നിലം, മനോഹരമായിട്ടുള്ള നിലം. അതേപോലെ ധാരാളം കായ്കനികളോട് കൂടി നിൽക്കുന്ന വള്ളികൾ, വലിയ മനോഹരമായിട്ടുള്ള നല്ല വാഴകൾ, അതേപോലെ തന്നെ പ്ലാവ്, അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ആശ്രമമാണ്. മാന്, നല്ല പക്ഷികൾ, ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, കിളികളും നല്ല കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ പ്രദേശം കണ്ട് ഇവർ സന്തോഷിക്കുക. ശ്രീരാമചന്ദ്രനെ ഇവർ കാണുന്നു. പരസ്പരം ഭരതനും അതേപോലെ തന്നെ ശ്രീരാമനും ഒരുമിച്ച് കാണുന്നു. അപ്പോൾ വസിഷ്ഠ മഹർഷി വിഷയങ്ങളെല്ലാം പറയുന്നു. ഈ അയോധ്യയിലുണ്ടായിട്ടുള്ള ദുരിതങ്ങളെല്ലാം പറയുന്നു. ദശരഥ മഹാരാജാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താവുന്നു? ഈ ശ്രീരാമചന്ദ്രൻ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഉടനെ തന്നെ ഉദകക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം മന്ദാകിനിയിൽ ഇറങ്ങുന്നു. മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ച് അവിടെ ബലികർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തിലോദകവും അതേപോലെ തന്നെ ഈ അന്നം ഉരുട്ടി ഒക്കെ ഉണ്ടാക്കുക, ഉദയാദി ക്രിയകളെല്ലാം, ബലികർമ്മങ്ങളെ പിണ്ടം വയ്ക്കുക എന്ന് പറയും. അങ്ങനെ പിണ്ടെല്ലാം വയ്ക്കുന്നു, ആ ബലികർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഇതാണ് നമ്മൾ 8-ാം ദിവസം പാരായണം ചെയ്തിട്ടുള്ള ഭാഗം. അതിൽ പ്രത്യേകിച്ചും പറയാനുള്ളത് മരണാനന്തര ക്രിയകൾ നിർബന്ധമായി ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം 10 പ്രാണ ഉപപ്രാണനാണുള്ളത്.
അതായത് 5 പ്രാണനും 5 ഉപപ്രാണൻ എന്ന് പറയും. ആ പ്രാണൻ, അപാനൻ, ഉപാനൻ, വ്യാനൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന 5 പ്രാണനും, അതേപോലെ തന്നെ നമുക്ക് പറയുന്ന നാഗ, കൂർമ്മ, ദേവദത്ത എന്ന് പറയുന്ന തരത്തിലുള്ള 5 ഉപപ്രാണനുകളും ആണുള്ളത്. ഈ 9 പ്രാണനുകളും ദേഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ധനഞ്ജയൻ ശേഷിക്കുന്നു. ആ ധനഞ്ജയൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ മരണാനന്തര ക്രിയകളെല്ലാം ചെയ്യുന്നത് എന്നും മരിച്ചുപോയവർക്ക് വേണ്ടി നിർബന്ധമായും മരണാനന്തര ക്രിയകൾ ചെയ്ത് അവരെ മോക്ഷപ്പെടുത്തുന്നത് ശേഷിക്കുന്നവരുടെ ബാധ്യതയാണെന്നും ഉത്തരവാദിത്തമാണെന്നും കാണിച്ചു തരുന്നു രാമായണം എന്ന മഹാകാവ്യത്തിൽ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.